കട്ടിളയിലെ പാളികളും ദ്വാരകപാലക ശില്പപാളികളും തിരിച്ചു സന്നിധാനത്തേക്ക് കൊണ്ടുവന്നപ്പോഴുണ്ടായ പ്രദർശനം ഇവ യഥാർത്ഥം തന്നെയെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, ക്ഷേത്ര ശില്പ കലാരൂപങ്ങളുടെ മോഷണവും കടത്തും നവംബർ 5 വന്ന ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി വീണ്ടും വളരെ കൃത്യമായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം ആദ്യം അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസും ഈ പാളി കടത്തലിനെ കുറിച്ചുള്ള സംശയം വളരെ കൃത്യമായി പ്രകടിപ്പിച്ചിരുന്നു. അത് വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്ന് തന്നെ റിപ്പോർട്ടിൽ വിജിലൻസ് അന്ന് എഴുതിയതിൻ്റെ അടിസ്ഥാനവും ഈ സംശയമായിരുന്നു എന്നുള്ളത്. അങ്ങനെ 2019 മാർച്ചിൽ ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൂശുന്നതിന് ദേവസ്വം ബോർഡിനെ സമീപിച്ചപ്പോൾ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവിടെ തട്ടിപ്പെളുപ്പമാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനായി എന്നുള്ളതാണ്. അങ്ങനെ ആദ്യ ശ്രമം വിജയിച്ചപ്പോൾ ഉണ്ടാക്കിയ ആത്മവിശ്വാസമാണ് കട്ടിളപ്പാളിയിലേക്കും ദ്വാരപാലക ശില്പങ്ങളിലേക്കും പോറ്റിയുടെയും ദേവസ്വം അധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണെത്തിക്കുവാൻ ഇടയാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ പഴയ വാതിലിൽ അന്ന് പൊതിഞ്ഞിരുന്ന 2519.76 ഗ്രാം സ്വർണത്തിന് പകരം പുതിയ വാതിലിൽ 324.400 ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള രേഖകളെ അടിസ്ഥാനമാക്കി ഹൈക്കോടതി പറയുകയും ചെയ്തു. അപ്പോൾ എവിടെ പോയി ബാക്കി സ്വർണം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.